പ്രൈസ് ലോർഡ്. ഏവർക്കും സ്നേഹവന്ദനം. ഒരു എളിയൊരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചോട്ടെ. ഒപ്പം അത് കേൾക്കാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നശിച്ചു പോകുന്ന ഈ ലോകത്ത് നമ്മുടെ വരും തലമുറകൾക്ക് അനുഗ്രഹമായ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ, നല്ല നന്മകളെ കൊടുക്കുവാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ രക്തം ചിന്തിയ ദൈവം എന്നെ വീണ്ടെടുത്തു. അതുപോലെ നിങ്ങളെയും വീണ്ടെടുത്ത് നിങ്ങളെ മക്കൾക്ക് വേണ്ടി, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി അനുഗ്രഹമായി മാറണമെന്ന് മാത്രമേ നമ്മളെ പ്രാർത്ഥന. നമ്മൾ ഈ കാണുന്നെല്ലാം നശിക്കുന്നതാണ്. ഒരു കാറ്റ് വന്നാലോ, ഒരു ഭൂമി കുലുക്കം വന്നാലോ, ഒരു കടൽ വന്നാലോ നശിക്കുന്നതേ ഉള്ളൂ ഈ കാണുന്നതെല്ലാം. പക്ഷേ ഈ നശിക്കുമ്പോഴും ദൈവം നമ്മളെ തിരഞ്ഞ് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ ആത്മാവിനോട് ശക്തിപ്പെടുമ്പോൾ ദൈവം നമ്മളെ ശക്തമായി ഉപയോഗിക്കാനാണ് ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ, നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ, നല്ല വാക്കുകളെ കൊടുക്കുവാൻ. ദോഷന്മാരടുത്ത് കൂടാനോ, ദോഷത്തെ കൂടാനോ അല്ലെങ്കിൽ മുടിഞ്ഞു പോകാനല്ല ദൈവം വിളിച്ചത്. അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തെ ദൈവം വിളിച്ചത്. ആ വിശുദ്ധി നമുക്ക് എവിടെയും കൊടുക്കാലോ. നമുക്ക് ദൈവം തരുന്ന പ്രകാശത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആ പ്രകാശം നമുക്ക് എവിടെയും കൊടുക്കാമല്ലോ. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവം പറഞ്ഞു, ജ്ഞാനത്തോടു കൂടി നടക്കുക നീയും ഞാനും. ദോഷന്മാർക്ക് കൂട്ടാളിയവനോ വ്യസനിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദോഷന്മാരാണ്. നമ്മളുള്ളിൽ എന്ത് ചിന്തിച്ചാൽ നമുക്ക് ദോഷത്തരുണ്ട്. ചിന്ത വരുന്നത് ആ പൈശാചിക്കെല്ലാം വരും, ദോഷന്മാർ തവര. പക്ഷേങ്കിൽ നമ്മൾ ജ്ഞാനത്തോട് കൊടുക്കുന്ന ദൈവം മാത്രമേ നമുക്ക് ജ്ഞാനം തരുള്ളൂ. നല്ല തിരിച്ചറിവ്, നല്ല സംസാരം, നല്ല സ്നേഹം. അവിടെ എന്തില്ല, മറവില്ല, കളവില്ല, ചതിവില്ല, ഒടിവില്ല, ഒന്നുമില്ല, വകതിരിവില്ല, ഒന്നുമില്ല. ആ സത്യത്തിൻ്റെ മഹത്വത്തിലേക്ക് നടക്കുമ്പോൾ നമ്മളെ ആ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ എത്രത്തോളം സന്തോഷിക്കുന്നു, എത്രത്തോളം സന്തോഷത്തോടെ നമുക്ക് എവിടെ സത്യസന്ധമായി ജീവിക്കാം, എവിടെ ജീവിക്കുന്നത്. നമ്മൾ ദൈവത്തിനെ ഉയർത്തുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തുന്നു. ആ മഹത്വം നമ്മൾ എത്രത്തോളം വർണ്ണിച്ചാലും നമുക്ക് മതിയില്ല. ഞാൻ മരിക്കുകയില്ല, ഞാൻ മരിക്കുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിച്ചു കൊണ്ടേയിരിക്കും. തരുന്ന ഓരോ സ്നേഹവും കരുതലും നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന ദൈവം കർത്താവല്ലാതെ ഒരു ദൈവം ഭൂമിയിലില്ല. അങ്ങനെ ഉയർത്തെഴുന്നേറ്റൊരു ദൈവവും നമുക്ക് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വായിച്ചില്ല. വചനം എന്ന് പറഞ്ഞ ആയുധം, സർവശക്തൻ്റെ ഏത് പൈശാചികനെയും പോരാടുന്ന ആ ദൈവശക്തിൻ്റെ വചനം എവിടെയും എപ്പോഴും നമുക്ക് ശക്തമായി ഉപയോഗിക്കാൻ തരുന്ന ശക്തി. അത് മാത്രം നമ്മളെ രക്ഷയുള്ളൂ. നാളെ നമ്മുടെ മക്കൾക്ക് നല്ല സ്നേഹത്തെ കൊടുക്കുവാൻ, ഒരു കൂട്ടായ്മയോടെ വളരുവാൻ, നന്മയോട് ജീവിക്കാൻ എല്ലാവരും മക്കളെ അങ്ങനെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏൽപ്പിച്ചുകൊണ്ട്